കടം ഈ ഒറ്റ വാക്ക് മതി മനസമാധാനം കളയാൻ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ? സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രശ്നം നിങ്ങൾ ഒറ്റയ്ക്കല്ല അനുഭവിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച അതിശക്തമായിട്ടുള്ള ഒരു രഹസ്യ കോഡിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഹവാലിയൻ ടെക്നിക്കായിട്ടുള്ള ഹോപ്പണോപ്പണയെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ കടങ്ങളെയും ധനപരമായ ബ്ലോക്കുകളെയും എങ്ങനെ പൂർണ്ണമായി ഈ ഒരു ഹോപ്പണോപ്പണോ ഉപയോഗിച്ച് മായ്ച്ചു കളയാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹോപ്പണോപ്പണോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊരു ഹവാലിയൻ ടെക്നിക്കാണ്. ഹവാലിയൻ ഭാഷയിൽ തെറ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ കാര്യങ്ങൾ നേരെയാക്കുക എന്നാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. ഇതെങ്ങനെയാണ് കടം തീർക്കുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും 100% ഉത്തരവാദികൾ അത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഹോപ്പണോപ്പണോ പറയുന്നത്. അതായത് അതാണ് വാസ്തവം. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നമുക്കുള്ളത് തന്നെയാണ്. അത് മറ്റുള്ളവരുടെയോ ഈ ലോകത്തിൻ്റെയോ ഒരു കുഴപ്പവും അല്ല. അത് നമ്മളുടെ തന്നെ കുഴപ്പമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സംഭരിച്ച ഒരു ഡേറ്റയാണ്. ആ ഡേറ്റയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. ഈ ക്ലീനിങ് കോഡിൽ വെറും 4 വാചകം മാത്രമേ ഉള്ളൂ. ഈ 4 വാചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കടം എന്ന പ്രശ്നത്തെ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കടം എന്ന സാഹചര്യം സൃഷ്ടിച്ച നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡേറ്റയോടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. അതായത് ഐ ആം സോറി എന്ന വാക്കുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ കടം എന്ന സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? എന്തോ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു തോട്ടോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഐ ആം സോറി പറയുന്നത്. അതുപോലെ നിങ്ങൾ അറിയാതെയോ അല്ലാതെയോ ചെയ്ത സാമ്പത്തികപരമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കാം. അതിനോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. അതായത് നമ്മൾ ഒരു പക്ഷേ പണത്തിനെ ബഹുമാനിക്കാതിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പണത്തിൻ്റെ പേരിൽ വാക്ക് മാറ്റി പറഞ്ഞതായിരിക്കാം. അങ്ങനെ പല മിസ്റ്റേക്കുകൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുന്നത്. താങ്ക് യു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് നമ്മൾ മുൻകൂട്ടി നന്ദി പറയുക. എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മളൊരു പാഠമാക്കി നമുക്ക് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ പാഠങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. അതിനാണ് നമ്മൾ താങ്ക് യു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പണത്തോടുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഐ ലവ് യു എന്ന വാക്ക് ഉപയോഗിക്കണം. അതായത് ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേക്കും ആ പണത്തിനോടാണ്, നമുക്ക് അതിനോട് എന്താണ് വേണ്ടത്? നമുക്ക് അതിനോടൊരു സ്നേഹം വേണം. ശരിക്കും പണത്തെ നമ്മൾ പ്രണയിക്കണം. ആ പണത്തെ പ്രണയിക്കുമ്പോഴാണ് ആ പണം നമ്മളിലേക്ക് വരുന്നത്. അതിനോട് നമ്മൾ സ്നേഹം കാണിക്കണം. അതാണ് ഐ ലവ് യു. നിങ്ങളുടെ ജീവിതത്തെ, അതുപോലെ തന്നെ പണത്തെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കലാണ് ഐ ലവ് യു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 വാചകങ്ങളും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതിൻ്റെ ശരിയായ അർത്ഥങ്ങൾ ചേർത്തുകൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മെഡിറ്റേഷൻ രീതിയിൽ നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വളരെ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഓരോ ശ്വാസത്തിലും ആഴത്തിലുള്ള ശാന്തത അനുഭവിക്കുക. വീണ്ടും വീണ്ടും ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടിരിക്കാം.
ഓരോ ശ്വാസവും നിങ്ങളുടെ മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും നിറയ്ക്കുന്നതായി സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും എല്ലാ നെഗറ്റീവ് ഇമോഷനും ആ ഒരു ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കാം. ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാവുന്ന നിങ്ങളുടെ ആ പഴയ ഓർമ്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നെഗറ്റീവ് ഡേറ്റയോടാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് വിഷമമുണ്ട്, ഐ ആം സോറി. കാരണം ഞാൻ നിങ്ങളെ കാണാതെ പോയതിന്, നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയതിന്, ഈ അവസ്ഥയിലേക്ക് നയിച്ചതിന് ഐ ആം സോറി. എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ ഞാൻ കടത്തിവിട്ട നെഗറ്റീവ് ചിന്തകളുടെ, നെഗറ്റീവ് ഇമോഷനുകളുടെ ഫലമാണ് ഈ ഡേറ്റാസ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഹയർ സെൽഫിനോട് ചോദിക്കാം. ആ ഹയർ സെൽഫിനെ മനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഹയർ സെൽഫിനോടായി പറയാം, പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ ഉപബോധ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ ഭാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക. ഈ വേദനയിൽ നിന്ന് എനിക്ക് മാപ്പ് നൽകുക. എന്നോട് ക്ഷമിക്കണം. ഞാൻ എപ്പോഴൊക്കെയോ ഞാൻ അറിയാതെ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഞാൻ കടത്തിവിട്ട ചില ഡേറ്റാസാണ് ഇതിന് കാരണം. ഞാനത് തിരിച്ചറിയുന്നു. അതിൻ്റെ ഉത്തരവാദിത്തത്തെ ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. എന്നെ ഈ ഒരു ബാധ്യതയിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും താങ്ക് യു. നിങ്ങൾ ആഗ്രഹിച്ച ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ സന്തോഷത്തിന് നന്ദി പറയുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, നിങ്ങളുടെ ബാധ്യതകളൊക്കെ തീർന്ന് നിങ്ങൾ ഹാപ്പിയായി നിങ്ങളുടെ ലൈഫിന് ഒരു സ്വസ്ഥത കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്, അതൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു മൊമെൻറ്റിന് നന്ദി പറയുക. താങ്ക് യു. ഇനി ഐ ലവ് യു. നിങ്ങളുടെ ജീവിതത്തിലെ പണത്തെയും സാമ്പത്തിക ഭാവിയെയും നിങ്ങളെ തന്നെയും സ്നേഹത്തോടെ അംഗീകരിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, ഐ ലവ് യു. എല്ലാത്തിനും എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്, ഐ ലവ് യു. എന്നിലേക്ക് വന്നിട്ടുള്ള നല്ലതും ചീത്തയുമായ എല്ലാത്തിനെയും ഞാൻ സ്നേഹിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു. നിങ്ങളുടെ ഭാരം ഇറക്കി വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഈ സത്യം നിങ്ങൾ പ്രഖ്യാപിക്കുക. എൻ്റെ എല്ലാ സാമ്പത്തിക ബ്ലോക്കുകളും പൂർണ്ണമായി മാഞ്ഞു പോയിരിക്കുന്നു. ദിവ്യമായ സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒഴുക്ക് എന്നിൽ വർദ്ധിച്ചു വരുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു. ഓരോ നിമിഷത്തിലും നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ സ്വതന്ത്രരാണ്. കടത്തിൽ നിന്നും ബാധ്യതകളിൽ നിന്നും എല്ലാം നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് സങ്കല്പിക്കുക. ഇനി നിങ്ങൾക്ക് സാവകാശം കണ്ണുകൾ തുറക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 4 വാചകങ്ങൾ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ ഒക്കെ എഴുതി സൂക്ഷിക്കുക. നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു ഹോപ്പണോപ്പണോ വാചകങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ മുകൾ വശത്തായിട്ട്, നിങ്ങളുടെ ബെഡ്റൂമിൽ, കണ്ണാടിയുടെ സൈഡിൽ, ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ ഈ ഹോപ്പണോപ്പണോ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോഴെല്ലാം ഈ ഒരു ഹോപ്പണോപ്പണോ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത്. നമുക്ക് കടം മാറാനുള്ള വഴികൾ
അതിനെ തീർക്കാനുള്ള അവസരങ്ങൾ ഒക്കെ നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരും. ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടിയാൽ അത് കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു 4 ഫ്രേസസ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ ഒരു കാര്യം എഴുതുമ്പോഴും അതിന് ഈ എഴുതുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കമൻ്റായിട്ടാണേലും ഒരാളത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹോപ്പണോപ്പണോ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.